ഇനി പമ്പയിൽ ഓരോന്നും ദേവസ്വം ബോർഡ് നിരോധിച്ച് വരികയാണ്. പമ്പയിൽ തർപ്പണം നടത്താൻ പാടില്ല, കാരണം ആൾത്തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് പമ്പയിൽ തർപ്പണം പാടില്ല. പമ്പ സ്നാനം അത് നിയന്ത്രിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പമ്പ വിളക്ക്, പമ്പ സദ്യ ഒന്നും ഇപ്പോൾ അവിടെ നടത്താൻ പറ്റില്ല. അതൊക്കെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആചാരവുമായി പമ്പയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ, അയ്യപ്പന്മാർ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചടങ്ങുകളും നിരോധിക്കുകയും അതൊന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അവിടെ കയറി ഒരു കച്ചവട താല്പര്യത്തോടു കൂടി ഒരു അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ ഒരു മഹാമേള സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനെ വെച്ചു പൊറുപ്പിക്കാൻ ഏതായിരുന്നാലും അയ്യപ്പന്മാർ തയ്യാറാവുകയില്ല. ഇനി മറ്റൊരു കാര്യം, ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരാളെ ഇളക്കി വിട്ടിരിക്കുകയാണ് സി പി എം തന്നെയാണ് ഇറക്കി വിടുന്നത്. സി പി എമ്മിന് ഇറക്കി വിട്ട് ഈ ശബരിമലയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒരു സ്ഥലത്ത് അയ്യപ്പ മഹാസംഗമം നടത്തി അതിൽ മറ്റൊരു രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. വേറൊരു സ്ഥലത്തു കൂടി അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വീണ്ടും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു. ഇത് വളരെ ഒരു തന്ത്രപരമായ നീക്കമാണ്. ബിന്ദു അമ്മിണി വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് ബിന്ദു അമ്മിണിക്ക് പോലീസ് സംരക്ഷണം എല്ലാം കൊടുത്ത് ശബരിമലയിൽ കൊണ്ടുപോയി തൊഴിയിച്ചു. അവിടുത്തെ ആചാരങ്ങൾ മുഴുവൻ ലംഘിച്ചു. അതും ഈ സർക്കാർ തന്നെയാണ്. ഇപ്പോൾ വരുന്നു, ഒരുപക്ഷെ തടയും. അപ്പോൾ പറയും, ബിന്ദു അമ്മിണിയെ ഞങ്ങൾ തടഞ്ഞില്ലേ, ആചാരം ലംഘിക്കാൻ പോകുന്നവരെ തടഞ്ഞില്ലേ, ഞങ്ങൾ ആചാരം സംരക്ഷിച്ചില്ലേ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഒരു നാടകമാണ്, ഒരു കപട നാടകമാണ്. ഇതൊരു ചതിക്കുഴിയാണ്. ഇത് അയ്യപ്പന്മാർ മനസ്സിലാക്കും. അയ്യപ്പന്മാർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. വാസ്തവത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ടത് ഗുരുസ്വാമിമാരാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. തന്ത്രമുഖ്യനുണ്ട്, പന്തളം കൊട്ടാരമുണ്ട്, ഗുരുസ്വാമിമാരുണ്ട്, കടത്ത സ്വാമിയുമായി ബന്ധപ്പെട്ടവരുണ്ട്. അങ്ങനെ വികാരവും വിശ്വാസവും സങ്കല്പങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെയാണ് അയ്യപ്പ സംഗമം നടത്തേണ്ടവർ. അവർക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. മലയാരിയ മഹാസഭയുണ്ട്. മലയാരിയ മഹാസഭ ശക്തമായിട്ട് അയ്യപ്പ സംഗമത്തെ എതിർക്കുകയാണ്. കാരണം അവരായിരുന്നു ആ ശബരിമലയുമായി പരമ്പരാഗതമായി ഒട്ടേറെ ചടങ്ങുകൾ നടത്തിയവർ. അങ്ങ് കാളകെട്ടി ക്ഷേത്രം അവരുടേതാണ്. അവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് കാനനപാതയിലൂടെ കാണുന്ന എല്ലാ സങ്കേതങ്ങളും മലയാരിയ സമൂഹത്തിൻ്റെയാണ്. ആ മലയാരിയ സമൂഹത്തിന് പരമ്പരാഗതമായി ശബരിമലയുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും ധ്വംസിച്ചു, എടുത്തു കളഞ്ഞു, റദ്ദ് ചെയ്തു. അവരെ ഒന്നുമല്ലാത്തവരാക്കി. അതേക്കുറിച്ച് എന്ത് പറയുന്നു? പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. അവിടെ നിന്നും അവരെ എടുത്തു മാറ്റി. ഇതെല്ലാം കാണുന്നു. അങ്ങനെ സകലവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ധ്വംസിച്ചവർക്ക് എന്ത് അയ്യപ്പ സംഗമം നടത്താനാണ് ധാർമ്മികമായ അവകാശം എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ശബരിമലയുടെ വികസനം കൂടിയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. ഇതിലൂടെ കീശ വികസിക്കും. പക്ഷേ ശബരിമല വികസിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും അവിടെ ഉണ്ട്. എക്കോ സ്മാർട്ട് എന്ന് പറയുന്ന വലിയ കമ്പനി, ഡൽഹി കേന്ദ്രമായിട്ടുള്ള വലിയ കമ്പനിക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അവിടെ വികസന പദ്ധതി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു ജസ്റ്റിസാണ്. അവിടെ എല്ലാ സംവിധാനവും ഉണ്ട്. അവർക്ക് പണം പിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റുണ്ട്. അവരൊന്നും അല്ലല്ലോ ഇത് നടത്തുന്നത്. അവർക്കൊന്നും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ഇത് നടത്തുന്ന വേറെ ആൾക്കാരല്ല. ലോ കേരള സഭ, വലിയ വലിയ മുതലാളിമാരും കോർപ്പറേറ്റ് കമ്പനികളും എല്ലാവരും വിളിക്കുകയല്ലേ. അവരൊരു മേള നടത്തുകയാണ്, അവർ ലേലം വിളി നടത്തുകയാണ്, ലേലം വിളിക്കുകയാണ്. നിങ്ങൾക്ക് 1 കോടി രൂപ തരാനുണ്ടോ, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാനുണ്ടോ? എന്താ ഈ ശബരിമലയെക്കുറിച്ചൊക്കെ ഇവരുടെ സംഗതി? ഇത് ധർമ്മശാസ്ത്രമാണ്. ശബരിമല ധർമ്മശാസ്ത്രമാണ്. അവിടെ ചെറിയവനും വലിയവനും ഒന്നുമില്ല. എല്ലാവരും ക്യൂ നിന്ന് തന്നെ തൊഴണം. ഞാനൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ പോകുന്ന ക്യൂ നിന്നിട്ട് തന്നെയാണ്. എനിക്കത് പറയാനുള്ള അവകാശമാണ്. ഞാൻ ഗവർണറായിരുന്നപ്പോഴും ഞാൻ ക്യൂ നിന്നവനാണ്. പക്ഷേ ഇന്നെന്താ അവിടെ സ്ഥിതി? അവിടെ പണം കൊടുക്കുന്നവന് 5 ദിവസം 10 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ അവർക്ക് 5 ദിവസം അവിടെ താമസിക്കാം, 5 ദിവസം പോയി ദർശനം നടത്താം. ഇതെന്തൊരു കളിയാണ്, ഇതെന്തൊരു കാലമായത്.